ഫ്രണ്ട്സ്, നമുക്കിന്ന് പുളിയോദര ഉണ്ടാക്കാം. അതിന് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1/4 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് അതിനെ ബ്രൗൺ കളർ വറുത്തെടുത്ത് വയ്ക്കണം. ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കണം. 1 കപ്പ് അരി വേവിച്ച് ആ ചോറ് കൂടെ നമുക്ക് എടുത്ത് വയ്ക്കണം. കിച്ചൻ കിങ് ആണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം ചേർത്താണ് 3 വിസിൽ വേവിച്ചാണ് ഈ ചോറ് എടുത്ത് വയ്ക്കേണ്ടത്. 1 കപ്പ് അരിയുടെ ചോറ്, 1 ചുണ്ടയ്ക്ക വലുപ്പത്തിലുള്ള പുളി വേണം, ഒരു 6 സ്പൂൺ നല്ലെണ്ണ എടുക്കണം, 2 വറ്റൽമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ശകലം കപ്പലണ്ടിയും കടലപ്പരിപ്പ് എടുക്കണം, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് വേണ്ടത്. പുളി നമുക്ക് നവിടി പിഴിഞ്ഞ് വെള്ളം 1/2 ഗ്ലാസ് വെള്ളം മതി. പാൻ അടുപ്പത്ത് വയ്ക്കുക. ഒരു 6 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ആദ്യം കടലപ്പരിപ്പാണ് ചേർക്കേണ്ടത്. അത് കഴിഞ്ഞ് കപ്പലണ്ടി കൂടെ ചേർത്ത് ഇതിനെ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് നന്നായിട്ട് വറുക്കണം. കടലപ്പരിപ്പും കപ്പലണ്ടിയും നന്നായിട്ട് മൂത്ത് ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് കൂടെ ചേർക്കാം. ഞാനിവിടെ 2 വറ്റൽമുളകാണ് ചേർത്തിട്ടുള്ളത്. കറിവേപ്പില ചേർക്കണം. ഇത് ഉണങ്ങിയ കറിവേപ്പിലയാണ്. പച്ച കറിവേപ്പില ചേർക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് മുരിഞ്ഞു വരണം. ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം കൂടെ നമുക്ക് ചേർക്കണം. നവിടി വെച്ചിരിക്കുന്ന പുളിവെള്ളം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇതിനെ ഇളക്കണം. അത് കഴിഞ്ഞ് 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടെ ചേർത്ത് നമുക്ക് ഇതിനെ നന്നായിട്ട് തിളപ്പിക്കാം. ഇതിൻ്റെ പുളിയുടെ മണമെല്ലാം പോയി നന്നായിട്ട് വറ്റി വരണം പുളിവെള്ളം. നന്നായിട്ട് വറ്റി പുളിവെള്ളം. ഇനി നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന ചോറിലേക്ക് ഈ കൂട്ട് നമുക്ക് ഒഴിക്കണം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. തമിഴ്നാട്ടിൽ വളരെ പ്രസിദ്ധമായ ഒരു ഫുഡാണ് ഈ പുളിയോദര. അമ്പലങ്ങളിലൊക്കെ പ്രസാദമായിട്ട് ഇത് നൽകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്